ചിത്ര അക്കാദമി ചെയർമാനായി താൽക്കാലികമായി ചുമതലയേൽക്കുന്നു പ്രേംകുമാർ. വൈസ് ചെയർമാനായ പ്രേംകുമാർ ഇപ്പോൾ താൽക്കാലിക ചുമതലയേൽക്കുകയാണ്. രഞ്ജിത്ത് വിവാദങ്ങളുണ്ടായതിനെ തുടർന്ന് രഞ്ജിത്ത് ഒഴിഞ്ഞ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ പ്രേംകുമാറിനെ താൽക്കാലികമായി നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം ചുമതലയേൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് തത്സമയം നാം കാണുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതിന് പിന്നാലെ നിരവധി കോണുകളിൽ നിന്ന് നടിമാരുടേതടക്കമുള്ള പരാതികൾ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പല സംവിധായകർക്കും നടന്മാർക്കുമൊക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായായിരുന്നു രഞ്ജിത്തിനെതിരെയും ബംഗാളി നടി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത്. അതിൽ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം കോടതി. പക്ഷേ എന്നിരുന്നാലും ഈ സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രേംകുമാറിന് താൽക്കാലികമായി ചുമതല നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ വായന്തോട് കൂടിച്ചേരുകയാണ്. വിജിൻ, വിശദാംശങ്ങളിലേക്ക് പോയാൽ. എന്തായാലും ഇപ്പോൾ പ്രേംകുമാർ ചലച്ചിത്രകാരന്റെ താൽക്കാലിക ചെയർമാനായി ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. അല്പസമയത്തിനപ്പോൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. അജിംഷാ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ബംഗാളി നടിയുടെ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് നിലവിലെ ചെയർമാനായിരുന്ന രഞ്ജിത്തിന് സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അതിനുശേഷമാണ് വൈസ് ചെയർമാനായിട്ടുള്ള പ്രേംകുമാറിന് താൽക്കാലിക ചുമതല നൽകി സാംസ്കാരിക വകുപ്പ് ഉത്തരവ് വന്നത്. അതിനുശേഷം ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ഓഫീസിലെത്തി ചെയർമാന്റെ ക്യാബിനിലേക്ക് കയറിയ ശേഷം അതിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ചുമതല കൈമാറിയത്. അദ്ദേഹം ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞു. നിലവിൽ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. തീർച്ചയായും അല്പസമയത്തിനകം അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് വിജിൻ വായന്തോട് പറഞ്ഞത്.